ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചിക്കൻ പെരട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ചിക്കനാണ് കേട്ടോ. നമുക്ക് ചപ്പാത്തിയുടെയും ചോറിൻ്റെയും പൊറോട്ടയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്നതാണ്. ഒരു വട്ടെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ടും ഇഷ്ടമാവും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മസാല ഒന്ന് വറുത്തെടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 3/4 കിലോ ചിക്കൻ്റെ അളവിനാണ് കേട്ടോ ഈ പറയുന്നത്. അപ്പോൾ അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ഞാൻ 3 ടീസ്പൂൺ തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് ചെറിയ ചൂടിലൊന്ന് വറുത്തെടുക്കാം. ഒരുപാട് കരിഞ്ഞു പോകരുത്, ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നാൽ മതി. അപ്പോൾ എരിവ് നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങളുടെ ആ ഒരു ഇതിനനുസരിച്ച് കണക്കിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. നമ്മൾ കാശ്മീരി മുളക് ചേർക്കുന്ന സമയത്ത് നമ്മുടെ ചിക്കൻ ഈ ഫ്രൈ ആയിട്ട് വരുന്ന സമയത്ത് നല്ല കളർ ഉണ്ടാവും. അപ്പോൾ നല്ല പോലെ നമ്മളിത് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൊടി നമുക്ക് മാറ്റി വയ്ക്കാം. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കണം. അപ്പോൾ ഞാനിത് ചിക്കൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് വലിയ പീസ് വേണ്ട, കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് ഈ മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് വിനാഗിരിയാണ് ചേർക്കുന്നത്. നാരങ്ങ നീരുണ്ടെങ്കിൽ അതാണ് കേട്ടോ നല്ലത്. ഒരു പകുതി നാരങ്ങ ചേർത്താൽ മതി. ഇല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർക്കാം. കുറച്ച് കറിവേപ്പില ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചേർക്കുന്നത് തേങ്ങാക്കൊത്താണ്. ഏകദേശം ഒരു ചെറിയ തേങ്ങേൻ്റെ പകുതി മൊത്തം ഞാൻ ചേർക്കുന്നുണ്ട് തേങ്ങാക്കൊത്തായിട്ട്. അതിൻ്റെ കൂടെ തന്നെ 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് തിരുമ്മിയെടുക്കാം. ഇതിൽ തേങ്ങാക്കൊത്ത് കുറച്ച് കൂടുതൽ നമ്മൾ ചേർത്തുകൊണ്ട് തന്നെ ഓരോ ബൈറ്റിൽ നമുക്ക് ആ ഒരു തേങ്ങാക്കൊത്തിൻ്റെയും ആ ഒരു ചിക്കൻ്റെയും ഒക്കെ കൂടി ഒരു ഫ്ലേവർ ഉണ്ടാവും. നല്ല ടേസ്റ്റിയാണ്. ഉണ്ടാക്കി വരുമ്പോൾ നല്ല മണം ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ പറ്റുമെങ്കിൽ നിങ്ങളിത് 1 മണിക്കൂറെങ്കിലും കുറഞ്ഞതൊന്ന് മാരിനേറ്റ് ആവാൻ വെക്കുക. അതിനുശേഷം നമുക്കിത് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണ തന്നെയാണ് എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. ഇത്രയും വേണം നിർബന്ധമില്ല, 1 ടേബിൾ സ്പൂൺ ആണെങ്കിലും മതി. ഇതിലേക്ക് ഞാൻ ഏകദേശം ഒരു ചെറിയ ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 10-12 വെളുത്തുള്ളി നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചി എടുക്കുമ്പോൾ ഏകദേശം ഒരു 1/2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറുതായിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. ആ സമയത്ത് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പച്ചമുളക് കൂടുതൽ ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 3-4 പച്ചമുളക് ചേർക്കുക. ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ് കേട്ടോ, അതുകൊണ്ട് ഞാൻ 1 ചേർത്തിട്ടുള്ളൂ. അപ്പോൾ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ചെറിയുള്ളിയാണ്. അപ്പോൾ ഏകദേശം ഒരു 150 ഗ്രാമിൻ്റെ 200 ഗ്രാമിൻ്റെ ഇടയിലുണ്ട് ഇത്. അപ്പോൾ എണ്ണം പറയുമ്പോൾ ഒരു 10-35 എണ്ണമൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നീളത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. വഴറ്റുന്ന സമയത്ത് ഒരുപാട് അങ്ങ് വഴണ്ട് വരേണ്ട ആവശ്യമില്ല, ഒരു പകുതി വേവായാൽ മതി. അപ്പോൾ ഒരു ഏകദേശം ഒരു പകുതി വേവൊക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ മൊത്തമായിട്ട് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. ഇതെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റെപ്പാണ്. പക്ഷെ നമ്മൾ സ്ലോ ആയിട്ടാണ് കുക്ക് ചെയ്യുന്നത്, കുറച്ച് സമയം എടുത്ത് കുക്ക് ചെയ്യാണ്. അതുകൊണ്ട് തന്നെ ചിക്കൻ നല്ല സോഫ്റ്റായിട്ടാണ് ഉണ്ടാവുക. നമുക്ക് കഴിക്കുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. അപ്പോൾ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫുള്ളായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 10-20 മിനിറ്റോളം നമ്മൾ ലോ ഫ്ലെയിമിൽ ഇതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അടച്ച് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്കിതൊന്ന് തുറന്നു കൊടുക്കണം. നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് തുറന്നിട്ട് ഇളക്കിയിട്ട് കൊടുക്കാം. ചെറുതായിട്ട് വെള്ളമൊക്കെ ഇങ്ങനെ വിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് ചിക്കനിൽ നിന്ന്. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്ത് ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതേ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് ഇത്തിരി കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം. ഈ ചിക്കൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പാർട്ടിയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് വളരെ ഈസി ആയിട്ട് ധൈര്യമായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ചിക്കനാണ്. ഇഷ്ടമാവും എല്ലാവർക്കും. അപ്പോൾ നന്നായിട്ട് നമ്മൾ ഇത് ഉപ്പൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഏകദേശം 20 മിനിറ്റോളം വേവിക്കുക. നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ളെങ്കിൽ നമ്മൾ കുറച്ച് സമയം എടുത്ത് വേവിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്കായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മതി. കാരണം ഒട്ടും തന്നെ വെള്ളം ചേർക്കാത്തതുകൊണ്ട് ഇടയ്ക്ക് ഇളക്കിയിട്ട് കൊടുക്കാം. നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് അടിയിൽ പിടിക്കൊന്നുമില്ല, എന്നാലും ഒന്ന് ഇടയ്ക്ക് ഇളക്കിയിട്ട് കൊടുക്കുക.
ഇതിലേക്ക് നമ്മൾ ഇനി ഏറ്റവും അവസാനമായിട്ട് ഗരം മസാല ചേർക്കണം. ഞാൻ 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ അത്യാവശ്യം വെന്തതിന് ശേഷം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ ചിക്കൻ 20 മിനിറ്റോളം ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കുക. അപ്പോൾ ഈ ചിക്കൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറി ഒരു ബ്ലാക്ക് കളറിലോട്ട്, ചെറിയൊരു ബ്ലാക്ക് കളറിലോട്ട് മാറും. അപ്പോൾ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിനകത്തോട്ട് ഞാൻ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം നമ്മൾ വെന്തതിന് ശേഷം പിന്നെ ഒരു 10 മിനിറ്റോളം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇതിൽ കൂടുതൽ ഇനി ആവേണ്ട ആവശ്യമില്ല. നന്നായിട്ട് ചിക്കൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഈസി സ്റ്റെപ്പൊക്കെ ഉള്ള ഒരു ചിക്കനാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളോടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.